ഏവർക്കും ലാൽമാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ 2024 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ CBSE പരീക്ഷ എഴുതുന്ന 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. 2023 അതായത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ MCQ ആദ്യത്തെ 11 MCQ ആണ് ചെയ്യുന്നത്. MCQ കഴിഞ്ഞിട്ട് ഓരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഫുൾ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഈ ചാനലിൽ കൂടെ സോൾവ് ചെയ്ത് പഠിപ്പിക്കുന്നതായിരിക്കും. അതുകൂടാതെ മുൻകാലങ്ങളിലെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ മുഴുവനായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നു. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെട്ടുകൊണ്ട് നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം MCQയിലെ ഫസ്റ്റ് ചോദ്യം പറയുന്നത്, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഓഫ് ഹൈറ്റ് 5 cm ഈസ് 94.2 cm. റേഡിയസ് ഓഫ് ദ സിലിണ്ടർ ഈസ്. അപ്പോൾ എന്താണ് കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. എന്താണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? CSA ആണ്. CSA എന്ന് പറഞ്ഞാൽ എത്രയാണ്? 94.2 എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്ത് തന്നിട്ടുണ്ട്? H തന്നിട്ടുണ്ട്. H എത്രയാണ്? 5 cm എന്ന് തന്നിട്ടുണ്ട്. നമ്മളൊക്കെ പൈയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 3.14. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? R ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഉപയോഗിക്കാം. ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്താണ് കർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല എന്ന് നോക്കാം. എന്താണ് കർവ്ഡ് സർഫസ് ഏരിയയുടെ ഫോർമുല? കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ഈസ് ഈക്വൽ ടു 2πRH. 2πRH. കർവ്ഡ് സർഫസ് ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണ്? 94.2 സമം 2 ഇൻറ്റു പൈ എത്രയാണ്? 3.14 ഇൻറ്റു R ഇൻറ്റു H. എത്രയാണ്? പൈ. നമുക്ക് ഈ ഇക്വേഷൻ ആറിന് നമുക്ക് തന്നെ എഴുതാം. 94.2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു 5 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡെസിമൽ മാറ്റാൻ മുകളിൽ ഒരു ഡെസിമലുണ്ട്, താഴെ 2 ഡെസിമലുണ്ട്. അപ്പോൾ ഡെസിമൽ മാറ്റാൻ മുകളിൽ ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ 9420 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 314 ഇൻറ്റു 5. 314 ഇൻറ്റു 5. അപ്പം നമുക്ക് എത്രയാണ്? 5ഉം 2ഉം ക്യാൻസൽ 10 ആവും. അപ്പോൾ ഈ 0 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 314 90 ആകുമ്പോൾ എത്ര ഉണ്ട്? 3 പ്രാവശ്യം നമുക്ക് കിട്ടും. 314 942 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഫൈനൽ ആൻസർ ഈസ് ഈക്വൽ ടു R ഈസ് ഈക്വൽ ടു 3. ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ B ഈസ് ഈക്വൽ ടു കറക്റ്റ് ആൻസർ. B ഈസ് ദ റൈറ്റ് ആൻസർ. വീഡിയോ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് കേൾക്കാം. Next question. The distribution below give the marks obtained by 80 students in the test. അപ്പോൾ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഒരു കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. അതിൻ്റെ മോഡൽ ക്ലാസ് എത്രയാണെന്ന് എഴുതാം. അപ്പം നമുക്ക് കുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നിരിക്കുന്ന ഒന്ന് എഴുതാം. കുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നിരിക്കുന്നത് ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ 3 ആണ്, 12 ആണ്, 27 ആണ്, 57, 75, 80. അപ്പം കുമുലേറ്റീവ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പം ലെസ് ദാൻ ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്ലാസ് എന്തായിരിക്കും? ഫസ്റ്റ് എന്താണ്? ലെസ് ദാൻ 10 ആണ്. അപ്പം 0 മുതൽ 10 വരെ. ഇതെന്താണ്? 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, 30 മുതൽ 40 വരെ, 40 മുതൽ 50 വരെ, 50 മുതൽ 60 വരെ. ഇതാണ് ക്ലാസ് നിൽക്കുന്നത്. അപ്പോൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി ആകുമ്പോൾ ഫ്രീക്വൻസി എത്രയാണ്? ആദ്യത്തെ ഫ്രീക്വൻസി 3 ആയിരിക്കും. 3ൽ നിന്ന് 12 പോകുമ്പോൾ എത്രയാണ്? 9. 27ഉം 12 നമ്മുടെ വ്യത്യാസം എത്രയാണ്? 15. 57ഉം 27 നമ്മുടെ വ്യത്യാസം എത്രയാണ്? 30. 57ഉം 75 നമ്മുടെ വ്യത്യാസം എത്രയാണ്? 18. 75ഉം 80ഉം തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിയിൽ നിന്നാണ് നമ്മൾ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മോഡൽ ക്ലാസ് കണ്ടുപിടിക്കാൻ ഫ്രീക്വൻസിയിൽ ഏറ്റവും കൂടുതൽ തവണ ഫ്രീക്വൻസി വാല്യൂ ഉള്ളതാണ് മോഡൽ ക്ലാസ്. അപ്പോൾ ഏറ്റവും വലിയ ഫ്രീക്വൻസി 30 ആണ്. അപ്പോൾ മോഡൽ ക്ലാസ് ഏതാണ്?
30, 40. അതാണ് നമ്മുടെ ആൻസർ സി. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കിടക്കാം. Next question. The graph of y is equal to p of x is given is in the adjoining figure zeros of the polynomial. Zeros of the polynomial നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടുത്തെ പോയിന്റ് എന്താണ്? എക്സിന്റെ വാല്യൂ എത്രയാണ്? -5. അപ്പോൾ നമുക്ക് അവിടെ എഴുതാം -5
-5. പിന്നുള്ളത് ഏതാണ്? സെൻറ്ററിലെ വാല്യൂ ഏതാണ്? സെൻറ്ററിലെ വാല്യൂ ഇവിടുത്തെ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 നമുക്ക് എഴുതാം -5, 0. ലാസ്റ്റ് ഇവിടുത്തെ 7ൻ്റെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 7. -5, 0, 7. ഇതാണ് നമ്മുടെ എന്താണ് സീറോസ് ഓഫ് ദ പവർ. എന്താണ് ആൻസർ? -5, 0, 7. ഇതാണ് ആൻസർ. ഗ്രാഫിൽ നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാനുള്ള രീതിയാണ്. 9ാമത്തെ ചോദ്യമാണ് ഇനി ചെയ്യുന്നത്. ദ വാല്യൂ ഓഫ് k വിച്ച് ഈസ് ദ പെയർ ഓഫ് ഇക്വേഷൻ kx ഈസ് ഈക്വൽ ടു y പ്ലസ് 2. അപ്പോൾ ഇക്വേഷൻ നമുക്ക് എഴുതാം. kx ഈസ് ഈക്വൽ ടു y plus 2 and 6x is equal to 2y plus 3 has infinity many solution എന്നാണ് പറയുക. ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ എന്ന് പറയുമ്പം എന്താണ്? a1/a2 is equal to b1/b2 is equal to c1/c2. രണ്ടിൻ്റെ എല്ലാത്തിൻ്റെയും റേഷ്യോസ് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം എക്സിൻ്റെ കൊഫിഷ്യൻ്റ് k ഡിവൈഡ് ബൈ ഇവിടുത്തെ എക്സ് എത്രയാണ്? 6 is equal to y യുടെ കോഫിഷ്യൻ്റ് 1 ഡിവൈഡ് ബൈ 2 is equal to ഇവിടെ അതാണ് 2 ഡിവൈഡ് ബൈ 3. ഇത് ഇങ്ങനൊരു റേഷ്യോ വരാൻ യാതൊരു സാധ്യതയും ഇല്ല. 1/2 ഒരിക്കലും 2/3 ഈക്വൽ അല്ല. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ എന്താണ്? ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം 10ാമത്തെ ചോദ്യമാണ്. if p minus 1 comma p plus 1 comma 2p plus 3 are in AP, then value of p. If ABC, a comma b comma c are in AP, what is the condition? 2b is equal to a plus c. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് എന്താണ്? p plus 1 ആണ്. അപ്പോൾ 2 into p plus 1 is equal to എയുടെ സ്ഥാനത്ത് p minus 1 ആണ് പ്ലസ് 2p plus 3. സിയുടെ സ്ഥാനത്ത് 2p plus 3. ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 2p plus 1 is equal to p minus 1 minus 1 plus 3 എത്രയാണ്? plus 2 plus 2p. 2p plus 1. 2p ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 into p 2p plus 2 into 1 2 is equal to p plus 2 plus 2p. ഇവിടെ ഞാൻ കൂട്ടാത്തത് ഈ 2p വെട്ടിക്കളയാൻ വേണ്ടിയാണ്. അപ്പോൾ p എത്രയാണ്? p is equal to ഈ രണ്ട് ഇപ്പുറം വരുമ്പോൾ 2 minus 2 is equal to 0 എന്ന വാല്യൂ കിട്ടും. p is equal to p യുടെ വാല്യൂ എത്രയാണ്? 0. ആൻസർ സി. അപ്പോൾ അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. ഈ വീഡിയോയുടെ അവസാനത്തെ പ്രോബ്ലമാണെന്ന് ബാക്കി പ്രോബ്ലം അടുത്ത വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വീണ്ടും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻ നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വാട്ട് റേഷ്യോ ഡസ് ദ എക്സ് ആക്സിസ് ഡിവൈഡ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്? അപ്പോൾ എന്താണ്? ഒരു ലൈനുണ്ട്. പോയിന്റ് ഏതാണ്? എ എന്ന് പറയുന്നത് 3,6, ബി എന്ന് പറയുന്നത് -12, -3. ഇതിന് ഇവിടെ ഒരു പോയിന്റ് എക്സ് ആക്സിസ് ഡിവൈഡ് ചെയ്തു. അത് എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസ് ആകുമ്പോൾ എന്തായിരിക്കും? എക്സ് ആക്സിസിൽ എക്സിന് വാല്യൂ ഉണ്ട്. വൈക്ക് എന്തായിരിക്കും വാല്യൂ? 0 ആയിരിക്കും. ഇതിനെന്താണ് റേഷ്യോ? k:1 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ y = 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി k × -3k plus 1 × 6 divided by k plus 1 is equal to 0. y ആണ്. വൈയുടെ കോർഡിനേറ്റ് വെച്ചാണ് ചെയ്യുമ്പോൾ അത് 0 ആയിട്ട് വരും. അപ്പം ഡിനോമിനേറ്റർ 0 ആവും. -3k is equal to -k 6 എന്ന് എഴുതാം. k is equal to -6 divided by -3 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആയിട്ട് വരും. അപ്പോൾ ആൻസർ എത്രയാണ്? k 2 ആണെങ്കിൽ റേഷ്യോ എന്താണ്? 2:1. 2:1 എന്ന റേഷ്യോ ആണ് കട്ട് ചെയ്തിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ നമ്പർ ഡി. ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. നാളത്തെ വീഡിയോ ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.